അങ്ങനെയാണെങ്കിൽ തനിക്ക് ബ്രെയിനേ ഇല്ല. അല്ലെങ്കിൽ ഇയാള് വിളിച്ചപ്പോ താൻ ബോംബെന്ന് വണ്ടി എടുത്ത് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ജീവിക്കുന്ന ഈ മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ രാഷ്ട്രീയം കൊണ്ട് നടന്നിട്ടല്ല കാര്യം. പിള്ളേരുടെ പടം പിടുത്തം കൊള്ളാമല്ലടാ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ PC ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം വെട്ടാൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെ രംഗത്തിറക്കാൻ BJP. വേഷമാറി നടക്കുമല്ലേ പിന്നെ ഭയങ്കര സുഖം. നീ കാരണം ഞാൻ ഇന്നലെ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുവെന്ന് വിചാരിക്കണ്ട. മോദിജി പ്രധാനമന്ത്രി കൈപൊക്കും, യാതൊരു സംശയവും വേണ്ട. അങ്ങനെ തന്നെയാണോ? ആരെ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. അത് അങ്ങ് തന്നെയാണോ? അത് ആരാന്നറിയത്തില്ല. അത് പാർട്ടി മോളിൽ നിന്ന് പറയട്ടെ. മോളിൽ ധന്യവാദം. അത് ഇലക്ഷൻ ആദ്യം ഡിക്ലെയർ ചെയ്യട്ടെ. കാര്യം അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. അയ്യോ, ഇത് മിസ്റ്റർ ഐമന സിദ്ധാർത്ഥനല്ലേ? ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. സിദ്ധാർത്ഥിയുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് ഉണ്ടാവണം. പിന്നെ ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് താങ്കളുടെ പേരാണല്ലോ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്നത്. കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുന്ന ആളാരാണോ ആ ആൾ ഇവിടെ നിൽക്കും. വലിയ 1 ലക്ഷം വോട്ടിൽ കൂടി ഭൂരിപക്ഷത്തിന് ജയിക്കും. കഴിഞ്ഞ തവണ 3 മുന്നണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് വിജയിച്ച PC ജോർജ് പൂഞ്ഞാറിൽ പരാജയപ്പെട്ടിരിക്കുന്നു. വസു, തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. അനിയ വേറെ വല്ലതും ചോദിക്കാവുന്നോ? ലയിക്കാനായിട്ട് LDF ചെന്ന് UDF ചെന്ന് അങ്ങനെ ചെല്ലാനും ഒരു സ്ഥലവും ഇല്ല. ആർക്കും അദ്ദേഹത്തിന് വേണ്ടാന്ന് വന്നപ്പോൾ അവസാനം എന്നും തള്ളി പറഞ്ഞിട്ട് BJPയുടെ ചെന്നു. ഏമാനെ നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്. സാറെന്ന് വിളിക്കാറുണ്ട്, ജഡ്ജി എന്ന് പറയാറുണ്ട്. എന്നതൊരു തെറ്റാ. അങ്ങനെയൊക്കെ ചെറിയ ഉപകാരമൊക്കെ ഞാൻ പറ്റുന്ന ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അതുകൊണ്ട് എന്നോട് ഭയങ്കര സ്നേഹമാണ് അദ്ദേഹത്തിന്. ഹലോ, ഞാനാ മായ. ഞാൻ എപ്പോഴാണ് നിന്റെ ശിഷ്യനായത്? തവളപ്രക്കാടി. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അതുപോലെ ഞാൻ ജയിച്ചോട്ടെ നിങ്ങൾ പുള്ളി ശ്രമിക്കാൻ ഊതിരിക്കരുത്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യത്തെ പറ്റി ഒന്നും എത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി.